മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ഇന്ന് ബന്ദിപ്പൂരിൽ വെച്ചാണ് കാട്ടാന ചരിഞ്ഞത്. കർണാടകയ്ക്ക് കൈമാറിയ ശേഷമായിരുന്നു സംഭവം. കേരളത്തിലെയും കർണാടകത്തിലെയും വിദഗ്ധർ ചേർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. വിവരങ്ങളുമായി PV ജോഷില ചേരുകയാണ്. ജോഷില, ഇന്നലെ മുഴുവൻ മാനന്തവാടി എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ തന്നെ, ജനങ്ങളെ തന്നെ ഭീതിയിലാഴ്ത്തിയ ആ ഒരു തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ ചരിഞ്ഞു എന്ന ഏറ്റവും വേദനാജനകമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ബന്ദിപ്പൂരിൽ വെച്ചാണ് കാട്ടാന ഇത്തരത്തിൽ ചരിഞ്ഞത്. എന്തായിരുന്നു സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ഇന്ന് രാമപുര ക്യാമ്പിൽ നിന്നാണ് ആന ചെരിഞ്ഞ വിവരം പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്നലെ രാമപുര ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് ബന്ദിപ്പൂർ കാടുകളിലേക്ക് ആനയെ വിടാനുള്ള തീരുമാനം ഉണ്ടായത്. അത്തരത്തിൽ ആനയുടെ ആരോഗ്യ പരിശോധന കൂടി നടത്താനിരിക്കെയാണ് ആന ചെരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അല്പ സമയത്തിനകം, ഏകദേശം എത്രയും പെട്ടെന്ന് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. ജനുവരി 16-ന് മൈസൂരിൽ നിന്നും മൈസൂർ വനം വകുപ്പ് ആണ് ആനയെ കാടുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ആന ഇന്നലെ മാനന്തവാടി ടൗണിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിന്റെ ഇടയിൽ ആനയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല. അതുമാത്രമല്ല, ഇതിന് ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്തായാലും ഇവിടെ നിന്നും വെറ്റിനറി സർജന്മാരടക്കം, ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരടക്കം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒന്നാമത് മാനന്തവാടി ടൗൺ ആണ്, ജനനിബിഡമായ സ്ഥലമാണ്. ഇവിടേക്ക് ആന വന്നു എന്നറിഞ്ഞത് മുതൽ ജനങ്ങൾ ആശങ്കയിലായിരുന്നു. എത്രയും പെട്ടെന്ന് ആനയെ ഒഴിപ്പിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് ആന കടന്നു വന്നാൽ അത് വലിയ ദുരന്തത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആനയെ കാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം വനപാലകർ നടത്തിയത്. എന്നാൽ അത് പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ്, അപ്പോഴേക്കും മാനന്തവാടിയിലെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു, ഭീതിതമായിരുന്നു അവസ്ഥ. സർക്കാരിനെ അടക്കം എന്തുകൊണ്ടാണിത് ആനയെ മയക്കുവെടി വെക്കാൻ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറ്റം പറയുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമുണ്ടായതും ഏകദേശം 6:30യോടുകൂടി 2 മയക്കുവെടിയാണ് വെച്ചത്. വളരെ കുറഞ്ഞ അളവിലാണ് മയക്കുവെടി വെച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആനയെ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും ബന്ദിപ്പൂർ വനത്തിലേക്ക് വിടാനായി കൊണ്ടുപോയത്. ഫോറസ്റ്റിന്റെ പ്രത്യേക സജ്ജീകരിച്ച വാഹനത്തിലാണ് കൊണ്ടുപോയത്. അതോടുകൂടിയാണ് ആളുകളുടെ ആശങ്കയെല്ലാം അകന്നത്. എന്തായാലും ഇന്ന് രാവിലെ വളരെ വേദനാജനകമായ, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടി, അതായത് മാനന്തവാടിയിലെ ജനങ്ങൾക്ക് കൂടി അത് വളരെയധികം പ്രയാസമുണ്ടാക്കിയ കാര്യം തന്നെയാണ് ആന ചെരിഞ്ഞു എന്നുള്ള വാർത്ത. എന്തായാലും കേരളത്തിലെ വെറ്റിനറി സർജന്മാരടക്കം ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ പങ്കാളികളാകും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകും. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ രാമപുര ക്യാമ്പിലാണ് ആനയുള്ളത്. ജോഷില, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ ഇത്തരത്തിലൊരു വാർത്ത വന്നൊരു സാഹചര്യത്തിൽ തന്നെ വനം മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപ്രാപ്യമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാ സാഹചര്യങ്ങളും നോക്കി മയക്കുവെടിക്ക് ഉതകുന്ന തരത്തിലാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ മയക്കുവെടി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് വനം മന്ത്രി തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചൊരു കാര്യമാണ്. അക്കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു ദൗത്യത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളത് കണ്ടത്. അപ്പോൾ ആനയെ കൃത്യമായി കാട് കയറ്റുന്നതിനുള്ള ആ ഒരു ശ്രമങ്ങളൊക്കെ തന്നെ നോക്കി അതിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ ആദ്യം മയക്കുവെടി വെക്കുന്നു, അതിനുശേഷം ആന മയങ്ങുന്നില്ല എന്ന് വ്യക്തമായതിനു ശേഷമാണ് രണ്ടാമതും ഇത്തരത്തിൽ ഒരു മയക്കുവെടി വെക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കിയാണ് വനംവകുപ്പ് ഈ ഒരു വിഷയത്തെ ഏറ്റവും ജാഗ്രതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്തത്. ജോഷില, തീർച്ചയായും വനംവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കാരണം ആന വാഴത്തോപ്പിൽ നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് പ്രകോപിതനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാട് കയറ്റാനുള്ള, സാധാരണ രീതിയിൽ തന്നെ കാട് കയറ്റാനുള്ള ശ്രമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും
പോലീസും ഉച്ചവരെ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ആന തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല 10 കിലോമീറ്റർ അപ്പുറം വനമേഖലയിലേക്ക് ആനയെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം ജനവാസ കേന്ദ്രത്തിലൂടെ വേണം ആനയെ അവിടെ എത്തിക്കാൻ. ഇത് ചിലപ്പോൾ അതിസാഹസികമായ ഒരു പ്രവൃത്തിയായിരിക്കും. ജനങ്ങൾക്കിടയിൽ നിന്ന് ആന പ്രകോപിതമായാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് ഈ ഒരു ദൗത്യത്തിൽ നിന്നും ദൗത്യ സംഘം പിൻവാങ്ങിയത്. അതിനുശേഷം 100-ലധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ദൗത്യ സംഘം എത്തിയാണ് ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നത്. അത് ആ സമയം തന്നെ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് തന്നെ ആന ഇതിനടുത്തുള്ള ചുണ്ട കോളനിയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് ദൗത്യ സംഘത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇല്ലാതായത്. കാരണം കോളനിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ കുട്ടികളുണ്ട്, ആളുകളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അത് ദൗത്യ സംഘത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ആ ഒരു ദുരന്തം ഒഴിവായത്. അതിന് മുൻപ് തന്നെ ഇത് നഗരത്തിലേക്ക് കടന്നാൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അതിനുള്ള ലക്ഷണങ്ങളും ആന കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്.